നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്മരണീയരായ ധീരമായ പ്രണാമം. നവമസ്കന്ധം 15-ാം അധ്യായം. ഇനി 31 എടുക്കണ്ടേ? അതെ. യതോ യതോസോ പ്രഹരത് പരശ്വതോ മനോ നിലൗജാ പരചക്രസൂദരാം തതസ്തച്ഛിന്ന ഭുജോരുകന്ധരാ നിവേദുരുര്യാം പദസൂതവാഹനാഃ. യതഃ യതഃ യാതൊരു സ്ഥലത്ത് നിന്നും, അസൗ അവൻ, പ്രഹരത് പ്രഹരിക്കുന്നു, പരശ്വതോ പരശ്വത വാൾ മഴുവോടുകൂടി, പ്രഹരിക്കുന്ന മഴുവോടുകൂടി. പ്രഹരത് പരശ്വത മനോ അനിലൗജാഹ, മനഫ് അനിലൗജാഹ വായുവിന്റെയും മനസ്സിന്റെയും വേഗത്തോടു കൂടിയ നിൽക്കാം. മനോ അനിലൗ മനോനിലൗ അവയുടെ ജപം വേഗത. മഹം മനസ്സിന്റെയും വായുവിന്റെയും വേഗത്തോടുകൂടി. പരശ്വതോ പ്രഹരത് പരശ്വതോ മഴു പ്രയോഗിച്ചുകൊണ്ട്, പരചക്രസൂദര ശത്രുക്കളുടെ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുന്നവൻ. ചക്രം എന്ന വ്യൂഹം, സൈന്യം എന്നത്. പരചക്രസൂദര നശിപ്പിക്കുന്നവൻ. തതസ്തതഃ അവിടവിടെ, എവിടെവിടെ നിന്നാണോ പരശു കയ്യിൽ പിടിച്ചുകൊണ്ട് മനസ്സിന്റെയും വായുവിന്റെയും വേഗത്തിൽ ശത്രു സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരുന്നത്, തതസ്തതഃ അവിടെ തന്നെ, ഛിന്നഭുജ ഉരുകന്ധരാഹ കൈകൾ വേർപെട്ട്, കഴുത്ത് വേർപെട്ട്, നിപേതുഹു ഉവ്യാം ഭൂമിയിലേക്ക് വീണു, ഹത ഭൂതവാഹനാഹ നശിപ്പിക്കപ്പെട്ട ഭൂതന്മാരോടും വാഹനത്തോടും കൂടിയവരായിട്ട്. തതസ്തത് ഛിന്നഭുജോരുകന്ധരാഹ ഛിന്നമായ ഭുജം, ഊരുക്കൾ തുടകൾ, കന്ധരങ്ങൾ കഴുത്ത്. എവിടെ നിന്നാണോ രാമൻ തൻ്റെ കയ്യിലുള്ള കഠോരമായ മഴുകൊണ്ട് അതിവേഗത്തിൽ, വേഗത കാണിക്കാനാണ്, മനസ്സിന്റെ വേഗതയിലും വായുവിന്റെ വേഗതയിലും പരസൈന്യത്തെ മുഴുവനും നിഗ്രഹിച്ചു കൊണ്ടിരുന്നത്, അവിടെ അതേ സ്ഥലത്ത് തന്നെ കൈകൾ വേർപെട്ട്, തുഴകൾ വേർപെട്ട്, കഴുത്ത് വേർപെട്ട്, കുതിരകൾ വേർപെട്ട്, തേരുകൾ വേർപെട്ട്, നിപേതുഹു ഉവ്യാം ഭൂമിയിലേക്ക് വന്ന് വീണു, പതിച്ചു. യതോ യതോസൗ പ്രഹരത് പരശ്വതോ മനോ നിലൗജ പരചക്രസൂദരാം തതസ്തതച്ഛിന്നഭുജോരുകന്ധരാം നിപേതുരുര്യാം ഹതഭൂതവാഹനാഃ. യതോ യതോസൗ പ്രഹരത് പരശ്വതോ മനോ നിലൗജ പരചക്രസൂദരാം തതസ്തതച്ഛിന്നഭുജോരുകന്ധരാം നിപേതുരുര്യാം ഹതഭൂതവാഹനാഃ. ദൃഷ്ട്വാ സൈന്യം വിരുദ്ധൗഖകർദമേ രാമകുഠാരഫായകൈഃ വിവക്ലചർമ്മധ്വജചാപവിഗ്രഹം നിവാദിതം ഹൈഹയ ആപതത്രുഷാം. ദൃഷ്ട്വാ കണ്ടിട്ട്, പരശുരാമൻ തൻ്റെ കയ്യിലുള്ള വായു കൊണ്ട് അതിവേഗത്തിൽ ശത്രുസമൂഹത്തെയൊക്കെ വകവരുത്തി. കഴുത്ത് കളഞ്ഞു, കൈപോയി,
കാല് പോയി, തുള പോയി, കുതിരകൾ പോയി, തേരോടിച്ചു. ഇത് കണ്ടപ്പോ ദൃഷ്ട്വാഫ സൈന്യം, തന്റെ സൈന്യത്തെ കണ്ടിട്ട് ഹേഹേ രാജാവ് രുധിര ഔഖകർദ്ദമേ, ചോരക്കുട്ടം കട്ട പിടിച്ച് ചെളി പോലെ പൂണ്ടിരിക്കുന്നത്. രുധിരം ചോര, ഔഖം കൂട്ടം, കർദ്ദമം ചെളി. രുധിരൗഖകർദ്ദമേ രണാജിരേ, യുദ്ധഭൂമിയിൽ കുഠാര ഫായകൈ, രാമന്റെ കുഠാരം കൊണ്ടും ഫായകങ്ങളെ കൊണ്ടും സൈന്യങ്ങൾ ചോരകൾ ഒലിപ്പിച്ച് കട്ട പിടിച്ച് ചെളി പോലെ ചോര കിടക്കുന്ന ആ രണാജിരമാണ്, രണമുറ്റമാണ് അദ്ദേഹം കണ്ടത്. വിവൃക്ണ ചർമ്മധ്വജചാപ വിഗ്രഹം, വിവിക്രണമായ ധ്വജ ചാപ, വിവിക്രണം മുറിക്കപ്പെട്ടത്. ഓവ്രക്ഷൂച്ഛേദന ധാതു എന്നാണ്. വൃക്കണ ഛേദിക്കപ്പെട്ടത്. ചർമ്മം കവചം, ധ്വജം പൊടി, ചാപം അറിയാം, വിഗ്രഹം ഇവിടെ ശരീരം എന്നിവയോട് കൂടിയ മുറിക്കപ്പെട്ട പരിചകള്, മുറിക്കപ്പെട്ട ധ്വജങ്ങൾ, മുറിക്കപ്പെട്ട വില്ലുകൾ, മുറിക്കപ്പെട്ട ശരീരങ്ങൾ. വിവൃക്ണ ചർമ്മധ്വജചാപ വിഗ്രഹം, നിപാതിതം വീണ് കിടക്കുന്ന സൈന്യത്തെ ഹൈഹയ, ഹേഹേ രാജാവ് ആപദദൃഷ, വളരെ വേഗത്തിൽ അത്യകോപത്തോടുകൂടി ഇവരുടെ അടുത്തേക്ക് ചാടി വീണു. ആപദദൃഷ ദൃഷ്ട്വാഫ സൈന്യം രുദ്രൗഖർദ്ദമേ രണാജിരേ രാമകുഠാരഫായകൈ, വിവൃക്ണചർമ്മധ്വജചാപ വിഗ്രഹം നിപാതിതം ഹൈഹയാപദദൃഷാം. ദൃഷ്ട്വാഫ സൈന്യം രുദ്രൗഖർദ്ദമേ രണാജിരേ രാമകുഠാരഫായകൈ, വിവൃക്ണചർമ്മധ്വജചാപ വിഗ്രഹം നിപാതിതം ഹൈഹയ ആപദദൃഷാം. അഥാർജുന പഞ്ചശതേഷു ബാഹുഭം ധനുഷു ബാണം യുഗപത്സന്ധേ, രാമായ രാമോസ്ത്രഭൃതാം സമഗ്രണീഃ താന്യേകധന്വേഷുഭിരച്ഛിന സമം. അഥ അനന്തരം അർജുന, കർത്തവീരാർജുനൻ, പഞ്ചശത ഇഷുബാഹു, 500 500 ഇഷുബാഹുഭിഃ ധനുഷു ബാണാൻ യുഗപത്സന്ധേ, 500 ബാണങ്ങളോട് കൂടിയ കൈകൾ കൊണ്ട് 500 ധനുഷുകളിൽ ബാണത്തെ യുഗപത്സന്ധേ ഒന്നിച്ചു ചേർത്തു. ഇയാൾക്ക് 1000 കൈയാണ്. 500 കൈയിൽ ബാണം, 500 കൈയിൽ വില്ല്. ഒരു ബാണം ഒരു വില്ലിലേക്ക് തൊടുക്കുക, അയക്കുക. ഇങ്ങനെ 500 ബാണങ്ങൾ 500 വില്ലിലേക്ക് തൊടുത്ത് അയച്ചുകൊണ്ടേയിരുന്നു കാർത്തവീരാർജുനൻ. പഞ്ചശതേഷു ബാഹുഭിഃ ധനുഷു ബാണാൻ, അമ്പുകളെ യുഗവത് ഒരേ സമയത്ത് അവൻ സന്ധേ തൊടുത്തു. രാമായ രാമോസ്ത്രഭൃതം സമഗ്രണീഃ താന്യേകധന്വേഷുഭിരച്ഛിന സമം. ആരുടെ മേൽക്കാണ്? രാമായ, പരശുരാമനെ നേർക്കാണ് അയച്ചത്. രാമൻ അപ്പോൾ അസ്ത്രഭൃതം സമഗ്രണീ, അസ്ത്രം ധരിച്ചവരിൽ വെച്ച് മുഖ്യനും, സമഗ്രണീഹി മുമ്പിൽ നിൽക്കുന്നവൻ ആയ രാമൻ താനീ അവകളെ ഏകധന്വേഷു ഒറ്റ വില്ലുകൊണ്ട്, അഭി കൊണ്ട്, ഇഷുഭി അച്ഛിന സമം ഒരേ സമയത്ത് മുറിച്ചത്. 500 അമ്പുകൾ ഒന്നിച്ച് തന്റെ നേരെ വന്നപ്പോൾ രാമൻ അതിനെല്ലാം ഒരു ഒറ്റ വില്ലു കൊലച്ച അമ്പുകൊണ്ട് 500-നെ ഒരേ സമയത്ത് തടുത്ത് ഇല്ലായ്മ ചെയ്തു. അഥാർജുന പഞ്ചശതേഷു ബാഹുഭിർ ധനുഷു ബാണൻ യുഗവത്സന്ധേ
രാമായ രാമോസ്ത്രഭൃതാം സമഗ്രണീഹി താന്യേകധന്വേഷു ഏകധന്വേഷു ഭിരക്ഷിണത്സമം അഥാദ്വിതം പഞ്ചശതേഷു ബാഹുഭിർ ധനുഷു ബാണഞ്ജുഗവത്സന്ധേ രാമായ രാമോസ്ത്രഭൃതം സമഗ്രണീസ്തന്യേകധന്വേഷു ഭിരക്ഷിണത്സമം പുനഃ സ്വഹസ്തൈരതുലൻ മൃധയംഘ്രിപാൻ ഉത്ക്ഷിപ്യ വേഗാദഭിധാവതോ യുധി ഭുജാൻ കുഠാരേണ കഠോരനീമിനാജിച്ഛേദരാമപ്രഭം ത്വഹൈരിവാം. പുനഃ വീണ്ടും സ്വഹസ്തൈ സ്വന്തം കൈകൾ കൊണ്ട് അചലാൻ പർവ്വതങ്ങളെ മൃദ്ധേ അംഘ്രിപാൻ ഉക്ഷിപ്യ മൃദ്ധേ യുദ്ധത്തിൽ അംഘ്രിപാൻ അംഘ്രിപം വൃക്ഷം കാലുകൊണ്ട് കുടിക്കുന്നത് അംഘ്രിപാദം പാദപം എന്നതിന് പകരം പറഞ്ഞൊരു വാക്കാണ് അംഘ്രിപ. അംഘ്രി കൊണ്ട് വെള്ളം കുടിക്കുന്നത് എന്നർത്ഥം. വേര് കൊണ്ടാണ് വൃക്ഷങ്ങൾ വെള്ളം കുടിക്കുന്നത്. അംഘ്രിപാൻ വൃക്ഷങ്ങളെ അചലാൻ അംഘ്രിപാൻ പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും യുദ്ധത്തിൽ ഉക്ഷിപ്യ എടുത്തെറിഞ്ഞിട്ട് വേഗാത് അഭിധാവതോ യുധി അർജുനന്റെ ഈ തന്റെ 500 കൈകൾ കൊണ്ട് പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഉയർത്തിയിട്ട് അതിവേഗത്തിൽ 4 ഭാഗത്തോട്ടും സഞ്ചരിക്കുന്ന അർജുനന്റെ ഭുജങ്ങളെ ഭുജാൻ ഉൽക്ഷിപ്യ വേഗാത് അഭിധാവതോ യുധി യുദ്ധത്തെ അതിവേഗം ഓടിപ്പോകുന്നവനായ അവന്റെ ഭുജങ്ങളെ കുഠാരേണ തന്റെ കുഠാരം കൊണ്ട് കഠോര നീമിന കഠോരമായ മൂർച്ചയുള്ള നേമി മൂർച്ചയെന്ന് കഠോര നേമിന കുഠാരേണ ഛേദിച്ചു. രാമപ്രഭം തു അഹേരിവ രാമനാകട്ടെ പ്രഭം തു പെട്ടെന്ന് അഹേഹെ ഇവ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ തു അഹേഹെ ഇവ ത്വഹേരിവ പ്രഭം പെട്ടെന്ന് പാമ്പിനെ പോലെ അയാളുടെ കൈകളൊക്കെ മുറിച്ചു കളഞ്ഞു നോക്കി. പാമ്പ് എങ്ങനെയാണോ പടം പൊഴിച്ചിട്ട് അതിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതേ ആകൃതിയിൽ ഇങ്ങനെ ഒരു പാമ്പിന്റെ ആകൃതിയിൽ പടം പൊഴിഞ്ഞവിടെ കിടക്കും. ഇതുപോലെ രാമൻ കൂടെയില്ലാതെ ഹേഹേ രാജാവിന്റെ ശക്തിയും ബലവും ഒക്കെ ഇല്ലാതായിട്ട് പാമ്പ് പടം പൊഴിക്കുന്ന പോലെ ഒരു പടമായി കൈകൾ അങ്ങനെ ഒന്നുകൂടി അവിടെ കിടപ്പുണ്ട്. 1000 കൈയുണ്ട്. അത് മുഴുവൻ രാമൻ മുറിച്ചു കളഞ്ഞു. 1000 കൈയും. എന്നിട്ട് ഇദ്ദേഹം പാമ്പ് പടം പൊഴിച്ചതുപോലെ ഇതിനെ മുഴുവനും തന്നെ മൂർച്ചയുള്ള പരശുകൊണ്ട് എന്താണ് അറിഞ്ഞു താഴെയിട്ടു. പുനഃഫഹസ്തൈരതരന്മൃഥേഘ്രിപാൻ ഉക്ഷിപ്യവേഗാദഭിധാവതോ യുധി ഭുജാൻ കുഠാരേണ കഠോരനേമിനാജിച്ഛേദരാമപ്രഭം ത്വഹേരിവ. പുനഃഫഹസ്തൈരതരന്മൃഥേഘ്രിപാൻ ഉക്ഷിപ്യവേഗാദഭിധാവതോ യുധി ഭുജാൻ കുഠാരേണ കഠോരനേമിനാജിച്ഛേദരാമപ്രഭം ത്വഹേരിവ. കൃത്തബാഹോഃ ശിരസ്തസ്യ ഗിരേഃ ശൃംഗമിവാഹരൻ ഹതേ പിതരിതപുത്ര ഐദം രുദ്രുവഭയാത്. കൃത്തബാഹോഹോ മുറിക്കപ്പെട്ട കൈയോടുകൂടിയവനായ അവൻ ശിരഃ തസ്യ ഗിരേഃ തന്റെ ശിരസിനെ ഗിരേഹി ശൃംഗമിവ അഹരത് ഗിരിയുടെ ശൃംഗത്തെ പോലെ ഹരിച്ചു. കൈകളെല്ലാം മുറിച്ചപ്പോൾ ഇനി ശേഷിക്കുന്നത് രാമന്റെ ശിരഫാണ്. അത് പർവ്വതത്തിന് കൊടുമുടി തട്ടി താഴെയിടുന്നത് പോലെ അവന്റെ ശിരഫ് മുറിച്ചു കളഞ്ഞു. കൃത്തബാഹോഹോ ശിരസ്തർഷഗിരേഹേ ശൃംഗമിവാഹരത്
അതേ പിതരിതപുത്രാഹ. അങ്ങനെ പിതാവ് നാശമടഞ്ഞപ്പോൾ, പിതാവ് മരിച്ചപ്പോൾ കൈകളൊക്കെ പോയി. പിന്നെ അവശേഷിച്ചിരുന്നത് എന്തായിരുന്നു? ശിരസ്. അതും കൂടി ഇദ്ദേഹം നുറുക്കി താഴെയിട്ടു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ കൃത്തബാഹോഹോ ശിരസ്തസ്യ ഗിരേഹ ശൃംഗമിവ അഹരത്. പർവ്വതത്തിലെ കൊടുമുടി പോലെ അദ്ദേഹം അതിനെ താഴെയിട്ടു. ഹതേ പിതരി തത്പുത്രാഹ. അങ്ങനെ പിതാവ് മരിച്ചപ്പോൾ, ഹതേ പിതരി സപ്തമിയാണ്, സതിസപ്തമിയാണ്. പിതാവ് മരിച്ചപ്പോൾ തത്പുത്രാഹ, അവന്റെ പുത്രന്മാർ അയുധം ദുദ്രുവൃദ്ധയാ, 10,000 പേരുണ്ടായിരുന്നു. പേടിച്ച് ഓടിപ്പോയി. ദുദ്രുവുഹു ഓടി. ദുദ്രാവ ദുദ്രപതുഹു ദുദ്രുവുഹു ഓടിപ്പോയി. ഭയാത്, ഭയം കൊണ്ട്. അങ്ങനെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ 1000 പുത്രന്മാരും പേടിച്ച് ഓടിപ്പോയി. കൃത്തബാഹോഹ ശിരസ്തസ്യ ഗിരേ ശൃംഗമിവാഹരത് ഹതേ വിതരിതത് പുത്രാഹ അയുധം ദുദ്രുവൃദ്ധയാ. കൃത്തബാഹോ ശിരസ്തസ്യ ഗിരേ ശൃംഗമിവാഹരത് ഹതേ വിതരിതത് പുത്രാഹ അയുധം ദുദ്രുവൃദ്ധയാത്. അഗ്നിഹോത്രീമുപാവർത്യ സവത്സംബരവീരഹാം സമുപേത്യ അസമം പിത്രേ പരികൃഷ്ടം സമർപ്പയത്. അഗ്നിഹോത്രീം, അഗ്നിഹോത്രി ഇവിടെ കാമധേനുവാണ്. ഉപാവർത്യ, തിരിച്ചുകൊണ്ട് നിൽക്കും. ഏഹേൻ മരിച്ചു, എന്നെ കൊന്നു, പുത്രന്മാരെ പേടിച്ചോടിപ്പോയി, ഇനിയും കൊട്ടാരത്തിൽ ആരുമില്ല. അപ്പൊ ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി കുതിരയെ തിരിച്ചുകൊണ്ട്. അഗ്നിഹോത്രിയും കുതിരയല്ല, എന്താണ് ഇപ്പൊ പശുവിനെ തിരിച്ചുകൊണ്ട്. ഫവൽ ഫാം, കുട്ടിയോടൊപ്പം. പരവീര, ശത്രുക്കളുടെ വീരത്തെ ഹനിക്കുന്നവനായ രാമൻ. പരവീര രാമ. സമുപേത്യ ആശ്രമം, ആശ്രമത്തിലേക്ക് എത്തിയിട്ട് പിത്രേ, പിതാവിനായിക്കൊണ്ട് പരിക്ലിഷ്ടാം, ഖേദിച്ചിരിക്കുന്ന പിതാവിനായിക്കൊണ്ട് സമർപ്പിച്ചു. അങ്ങനെ കാമധേനുവിനെ തിരിച്ചുകൊണ്ട് തന്റെ ദുഃഖിച്ചിരിക്കുന്ന പിതാവിന് മുമ്പിൽ സമർപ്പിച്ചു. അഗ്നിഹോത്രീമുപാവർത്യ സവത്സംബരവീരഹാം സമുപേത്യ ആശ്രമം പിത്രേ പരിക്ലിഷ്ടം സമർപ്പയത്. അഗ്നിഹോത്രീമുപാവർത്യ സവത്സംബരവീരഹാം സമുപേത്യ ആശ്രമം പിത്രേ പരിക്ലിഷ്ടം സമർപ്പയത്. സ്വകർമ്മകൃതം രാമപിത്രേ ഭ്രാതുർഭ്യേവചാം വർണ്ണയാമാഫതച്ഛുദ്ധ്വാജമദഗ്നിരഭാഷതാം. തത്കൃതം സ്വകർമ്മ. ഇങ്ങനെ ചെയ്യപ്പെട്ട തന്റെ കർമ്മത്തെ പിത്രേ, പിതാവിനോടും, ഭ്രാതുഭ്യ, സഹോദരന്മാരോടും, ഏവച വർണ്ണയാമാഫ, വർണ്ണിച്ചു കേൾപ്പിച്ചു. തിരിച്ചു വന്ന് താൻ ചെയ്ത ആ കർമ്മം, ഏഹേ രാജാവിനെ കൊന്നുകളഞ്ഞ ധർമ്മം, അത് അച്ഛനോട് പറഞ്ഞു, സഹോദരന്മാരോടും വർണ്ണിച്ചു കേൾപ്പിച്ചു. തത്ശ്രുത്വ ജമദഗ്നി അഭാഷത. അത് കേട്ടിട്ട് ജമദഗ്നി പറഞ്ഞു. ജമദഗ്നി അഭാഷത പറഞ്ഞു. ജമദഗ്നിരഭാഷത. സ്വകർമ്മതത്കൃതം രാമപിത്രേ ഭ്രാതുർഭ്യേവചാം വർണ്ണയാമാഫതച്ഛുത്വാ ജമദഗ്നിരഭാഷതാം. സ്വകർമ്മതത്കൃതം രാമപിത്രേ ഭ്രാതുർഭ്യേവചാം വർണ്ണയാമാഫതച്ഛുത്വാ ജമദഗ്നിരഭാഷതാം. ഇനി ജമദഗ്നിയുടെ വാക്കാണ്. രാമ രാമ മഹാബാഹോ ഭവാൻ പാപമകാരിഷീത് അവധീർ നരദേവം യത് സർവദേവമയം വൃഥാം. ഹേ രാമ രാമ മഹാബാഹോ, സംബോധനയാണ്. നീണ്ട ദീർഘമായ കരുത്തുള്ള കൈയുള്ളവരായ ഹേ രാമ, ഭവാൻ, അങ്ങ് പാപം അകാരഷീത്, പാപത്തെ ചെയ്തു. അകാരഷീത് ചെയ്തു, ലുങ്ങാണ്. ഭവാൻ പാപം അകാരഷീത്, അങ്ങ് പാപത്തെ ചെയ്തിരിക്കുന്നു. കഠിനമായൊരു പാപമാണ് ഇപ്പൊ ചെയ്തത്. എന്താണ്? അവധീർ നരദേവം, നരദേവനെ കൊന്നത്, രാജാവിനെ കൊന്നു എന്നുള്ളത് ഒരു പാപകർമ്മമാണ്. അവധീൻ നരദേവം എന്നാൽ സർവദേവമയം. രാജാവെന്ന് പറയുന്നത് എല്ലാ ദേവന്മാരുടെയും സ്വരൂപമാണ്.
സമസ്ത ദേവന്മാരുടെയും സാന്നിധ്യം രാജാവിനുണ്ട്. രാജാവിനെ കൊന്നാൽ ദേവന്മാരെ കൊള്ളുന്നതിന് തുല്യമാണ്. സമസ്ത ദേവമയം നരദേവം അവധി ഊർധ വെറുതെ ഒന്നും ചെയ്തിട്ടില്ല. വൃഥാവിൽ ആ രാജാവിനെ വധിച്ചു എന്നത് പാപകർമ്മമാണ്. രാമരാമ മഹാബാഹോ ഭവാൻ പാപമകാരഷീത് അവധി നരദേവം യത് സർവദേവമയം വൃഥാം. രാമരാമ മഹാബാഹോ ഭവാൻ പാപമകാരഷീത് അവധി നരദേവം യത് സർവദേവമയം വൃഥാം. വയം ഹി ബ്രാഹ്മണാസ്താദ ക്ഷമയാർഹണതാം ഗതാഹം യാ ലോകഗുരുർദേവ പാരമേഷ്ഠ്യമഗത് പദം. വയം ഹി ഞങ്ങളാകട്ടെ ബ്രാഹ്മണരാണ്. ഹേ താത, കുഞ്ഞിയെന്ന് വിളിക്കാൻ, അച്ഛനെയല്ല പുത്രനെ വിളിക്കുമ്പോൾ വാക്കാണ്. ക്ഷമയ അർഹണതാം ഗതാഹ, നമ്മളൊക്കെ ബ്രാഹ്മണരാണ്. ക്ഷമ കൊണ്ട് പൂജിക്കപ്പെടുന്നവരാണ് നമ്മൾ. ക്ഷമയാ അർഹണതാം ഗതാഹ, ബ്രാഹ്മണന്റെ ആയുധം ക്ഷമയാണ്. ക്ഷമ കൊണ്ടാണ് ബ്രാഹ്മണനെ പൂജിക്കപ്പെടുന്നത്. ഈ ക്ഷമ നഷ്ടപ്പെട്ടാൽ ബ്രാഹ്മണ്യം ഇല്ലാണ്ടാകും. നമ്മളൊക്കെ ബ്രഹ്മകുലത്തിൽ ജനിച്ചവരാണ്, വേദം പഠിച്ചവരാണ്. നമ്മളുടെ കരുത്ത് ക്ഷമയാണ്. എന്തിനേയും ക്ഷമിച്ചിരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ശക്തിയാണ്. അത് നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ലോകം ആരാധിക്കുന്നത്. യാതൊന്നുകൊണ്ടാണോ ലോകഗുരു ദേവഹ പാരമേഷ്ഠ്യമഗത്പദം, ലോകഗുരുവായ ദേവൻ ബ്രഹ്മദേവൻ പാരമേഷ്ഠ്യം പദം അഗാത്, പരമമെന്ന പദത്തെ പ്രാപിച്ചത് യാതൊന്നുകൊണ്ടാണോ. അതുകൊണ്ട് ക്ഷമിക്കുന്നതായ ക്ഷമ തന്നെയാണ് ബ്രാഹ്മണരായ നമ്മൾക്ക് ഭൂഷണം. അതുകൊണ്ട് നമ്മൾ പൂജ്യതയെ പ്രാപിച്ചത് ലോകഗുരുവായ സാക്ഷാൽ ബ്രഹ്മദേവൻ കൂടി ക്ഷമ കൊണ്ട് പരമേഷ്ഠി എന്ന മഹിമ പ്രാപിച്ചു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ കിട്ടാൻ പോയത്? ബ്രഹ്മാവിന് ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയത്, ബ്രഹ്മാവ് പരമേഷ്ഠി ആയത് ക്ഷമ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. നീ ക്ഷമിച്ചിരിക്കാതെ പെട്ടെന്ന് കോപിഷ്ഠനായി രാജാവിനെ വധിച്ചത് ശരിയല്ല, അത് പാപമാണ്. വയം ഹി ബ്രാഹ്മണാസ്താദ ക്ഷമയാർഹണതാം ഗതാഹം യയാ ലോകഗുരുർദേവ പാരമേഷ്ഠ്യമഗത് പരം. വയം ഹി ബ്രാഹ്മണാസ്താദ ക്ഷമയാർഹണതാം ഗതാഹം യയാ ലോകഗുരുർദേവ പാരമേഷ്ഠ്യമഗത് പദം. ക്ഷമയാ രോചതേ ലക്ഷ്മീ. നമ്മളിപ്പം ഇന്ന് കേട്ടിരിക്കുന്ന ക്ഷമ എന്നുള്ള അർത്ഥത്തിലല്ല, ആ ഒരു സെൻസിലല്ല ക്ഷമ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന അപരാധത്തെ ക്ഷമിക്കുന്നതാണ് ക്ഷമ. മറ്റുള്ളവർ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അതിന് ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ ഉപദ്രവിച്ചാൽ മിണ്ടാതിരിക്കുക, അങ്ങനെയാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. ആ അർത്ഥത്തിലല്ല. അതുകൊണ്ട് പാരമേഷ്ഠ്യം പദം അഗാധ ലോകഗുരു ദേവ, അദ്ദേഹം പോലും ഈ പദത്തെ പ്രാപിച്ചത് ഇതുകൊണ്ട്, ക്ഷമ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ക്ഷമയാണ് ഭൂഷണം, ക്ഷമിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുക. വയം ഹി ബ്രാഹ്മണാസ്താദക്ഷമയർഹണതാം ഗതാഃ യയാ ലോകഗുരുർദേവ പാരമേഷ്ഠ്യമഗത് പദം. ക്ഷമയാ രോചതേ ലക്ഷ്മീർബ്രാഹ്മീ ഫൗരീ യഥാ പ്രഭാം ക്ഷമിണാമാശു ഭഗവാൻ സ്തുഷ്യതേ ഹരീശ്വരം. ക്ഷമയാ രോചതേ ലക്ഷ്മി, ക്ഷമ കൊണ്ടാണ് ലക്ഷ്മി ശോഭിക്കുന്നത്. ബ്രാഹ്മി ഫൗരി യഥാ പ്രഭ, ബ്രാഹ്മി ലക്ഷ്മി, ബ്രാഹ്മണരെ സംബന്ധിക്കുന്ന ലക്ഷ്മിയും ഫൗരി യഥാപ്രഭ, സൂര്യന്റെ പ്രഭയും. സൂര്യന്റെ പ്രഭ എന്ന പോലെയാണ്
ബ്രാഹ്മണരെ സംബന്ധിച്ച് അവരുടെ തേജസ്സായ ലക്ഷ്മി അത് ക്ഷമയാ രോചത്തെ, ക്ഷമ കൊണ്ടാണ് തിളങ്ങുന്നത്. ബ്രാഹ്മണരുടെ ക്ഷമ കൊണ്ടാണ് അവർക്ക് തേജസ് ഉണ്ടാകുന്നത്. സൂര്യന്റെ രശ്മികളുടെ ക്ഷമ കൊണ്ടാണ് സൂര്യന് തേജസ് ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് ക്ഷമിണാമാശു ഭഗവാൻ സ്തുഷ്യത്തെ ഹരീശ്വര, ക്ഷമിക്കുന്നവരോട് മാത്രമേ ഭഗവാൻ തുഷ്യത്തെ സന്തോഷിക്കുള്ളൂ. ഹരിഹി ഈശ്വര, ഈശ്വരനായ ഹരിയായ ഭഗവാൻ ക്ഷമാശീലമുള്ളവരോട് മാത്രമേ സന്തോഷിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നീ ചെയ്ത അവിവേകമായി, പാപമായി ക്ഷമ കാണിച്ചില്ല. ക്ഷമയാരോചതേ ലക്ഷ്മീ ഭൗരി യഥാപ്രഭാ, ക്ഷമിണാമാശു ഭഗവാൻ സ്തുഷ്യത്തെ ഹരീശ്വരാം. ക്ഷമയാരോചതേ ലക്ഷ്മീ ഭൗരി യഥാപ്രഭാ, ക്ഷമിണാമാശു ഭഗവാൻ സ്തുഷ്യത്തെ ഹരീശ്വരം. രാജ്ഞോ മൂർധാവസിക്തസ്യാം വധോ ബ്രഹ്മവധാത് ഗുരു തീർത്ഥ സംസേവയാചാംഭോ അച്യുതചേതനാഹം. മൂർധാവസിക്തസ്യ രാജ്ഞഃ, മൂർധാവിൽ അവസിക്തനായ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവ്, ശിരസിൽ രാജ്യാഭിഷേകം നിർവഹിക്കപ്പെട്ടവനായ രാജാവ്, വധു ബ്രഹ്മവധാത് ഗുരു, ആ രാജാവിന്റെ വധം ബ്രഹ്മവധാത് ഗുരു, ബ്രാഹ്മണവധത്തെക്കാൾ ശക്തിയാണ്. ഗുരു ഇവിടെ വലിപ്പ വേർതിരിലാണ്, മറ്റേ ഗുരുവല്ല. രാജ്യാഭിഷിക്തനായ രാജാവിനെ കൊല്ലുന്നത് ബ്രാഹ്മണവധത്തെക്കാൾ പാപമാണ്, വലുപ്പമേറുന്നത്, ഗുരുതരമാണ്. തീർത്ഥം സേവയാചാംഹോ, തീർത്ഥത്തെ സേവിക്കുന്നത് കൊണ്ട്, തീർത്ഥസേവ കൊണ്ട് അംഹ പാപത്തെ ജഹി കളഞ്ഞാൽ. എങ്ങനെ? അംഗ അച്യുതചേതന, അംഗസംബോധനയാണ്. ഹേ ബാല, ഹേ കുട്ടി, ഹേ കുഞ്ഞെ, അച്യുതനിൽ മനസ്സ് സമർപ്പിച്ചിട്ട്, അച്യുതചേതന, അച്യുതനിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് പോയി തീർത്ഥസേവ ചെയ്തുകൊള്ളൂ, ഈ പാപത്തിന് പരിഹാരം അതാണ് എന്ന് സ്വന്തം പിതാവ്. പിതാവിന്റെ സ്വന്തം ഇഷ്ടപ്പെട്ട പശുവിനെയാണ് ഹേഹേൻ മോഷ്ടിച്ചു കൊണ്ടുപോയത്. അതിന് പ്രതികാരം ചെയ്തു ഹേഹേനെ കൊന്നുകളഞ്ഞു. അങ്ങനെ കൊന്നുവന്ന മകനോട് പറഞ്ഞു, നീ ചെയ്തത് മഹാപാപമാണ്, വെറും ഒരു ക്ഷത്രിയനല്ല, അദ്ദേഹം രാജാവാണ്, രാജ്യ അഭിഷിക്തനായ രാജാവാണ്. ആ രാജാവിനെ കൊല്ലുന്ന ബ്രഹ്മഹത്യയേക്കാൾ വലിയ പാപമാണ്, നീ മഹാപാപമാണ് ചെയ്തത്. ഇതിനൊറ്റ പ്രായശ്ചിത്തമുള്ളൂ, 1 വർഷം തീർത്ഥാടനം ചെയ്യാം. ഇപ്പോൾ രാജ്ഞോ മൂർധാവസിക്തസ്യ വധോ ബ്രഹ്മവധാത് ഗുരു തീർത്ഥം സേവയാചാംഭോ ജഹ്യം ഗച്യുതചേതനാം. രാജ്ഞോ മൂർധാവസിക്തസ്യ വധോ ബ്രഹ്മവധാത് ഗുരു തീർത്ഥം സേവയാചാംഭോ ജഹ്യം ഗച്യുതചേതനാം. അങ്ങനെ നവമസ്കന്ധത്തിലെ 15-ാം അധ്യായം ഇവിടെ പൂർണ്ണമായി. പരശുരാമന്റെ കഥ പറഞ്ഞുകൊണ്ട് വരുന്നുള്ളൂ, മുഴുവനായില്ല. ബാക്കി അടുത്ത അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഇതിപ്പോൾ നമ്മള് ഉപസംഹരിച്ചു, അടുത്ത നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് ഇതിൽ ഇത്രയും ഭാഗത്ത് സംശയം വരുവാണെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ആർക്കേലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗത്തെ ഇപ്പൊ ചോദിക്കാം. ഈ കാത്തോലിയ കവചം ഉണ്ടായിരുന്ന ആർക്കാ സാറേ? എങ്ങനെ കവചം ഉണ്ടായിരുന്നില്ല? ഇത് ഈ അറിയാൻ അർജുൻ കവചം കിട്ടിയത്, കർണന്റെ ഒരു കവചം കിട്ടിയത് എവിടുന്നായിരുന്നു? കവചത്തെ മുറിച്ചു കളഞ്ഞല്ലേ പറഞ്ഞേ പരശുരാമൻ വാളുകൊണ്ട്, അല്ല മഴുകൊണ്ട്. എന്നല്ലേ തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇത് ഈ ആള് തന്നെയാണോ? അതപ്പം അതെ, അല്ല കാർത്തിക രാജ്യം ഒന്നല്ലേ ഉള്ളൂ.
തന്നെയത് അദ്ദേഹത്തിന്റെ 1000 കൈകള്, കവചം, പിന്നെന്താണ് ശത്രുക്കളുടെ കയ്യെ, കാല്, തുട ഇതെല്ലാം മുറിച്ച് താഴെ ഇട്ടു എന്നല്ലേ പറഞ്ഞേ. പക്ഷെ ഒരെണ്ണം ശേഷിച്ചിട്ട് അത് ആർക്കോ കിട്ടിയതായിട്ട് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് സാറേ. ഒരെണ്ണം ശേഷിച്ചു. കർണന്റെ ഇതായിരിക്കും സാറേ. കർണന്റെ കർണന് കവചകുണ്ടലത്തോടെ ജനിച്ചത് ഒരു കഥയുണ്ടല്ലോ, അതായിരിക്കും. അത് കവചമുണ്ട്. ഇതെല്ലാം 1000 കൈ മുറിക്കാതെ ഒരു കൈ ബാക്കി വെച്ചിരുന്നു എന്നൊക്കെയാണ് അങ്ങനെ കഥയുണ്ട്. ഏതാ പറഞ്ഞേ. അത് പിന്നീട് ആരെങ്കിലും അതിൻ്റെ അകത്ത് അവരുടെ മാറ്റം വരുത്തിയത്. ഭാഗവതത്തിൽ അങ്ങനെയില്ല. ഭാഗവതത്തിലില്ല, മഹാഭാരതത്തിലൊക്കെ കൂടിയാണ് വായിച്ചത്. ഭാഗവതമല്ലേ പഠിക്കുന്നേ, അതല്ലേ എനിക്ക് പറയാൻ പറ്റും. സംശയം വരുമ്പം ഉറപ്പിക്കാൻ കഴിയും. വേറെ വനകഥകൾ ഇഷ്ടംപോലെ പ്രചരിക്കുന്നുണ്ടാവും, പക്ഷെ അത് ഭാഗവത സംബന്ധി അല്ല. നമുക്ക് ഭാഗവതം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ നമുക്കത് ഭാഗവത ആ കഥയില്ലാത്തെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ആ കഥ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എവിടെയും കാണും ചിലപ്പം. പക്ഷെ ഭാഗവതത്തിൽ അതില്ല എന്നാണ്. ഭാഗവതത്തിലെല്ലാം ചുരുക്കി അങ്ങ് വെച്ചിരിക്കുകയാണ്. അതെയാ, ഭാഗവതം ഈ കഥ പറയാൻ വേണ്ടി അല്ലല്ലോ. ഭഗവത് ഭഗവാന്റെ കഥ പറയാൻ വേണ്ടിയാണല്ലോ. അതിന് ഒരു ആമുഖമായി മാത്രം ഈ 9 സ്കന്ധങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സൂര്യവംശവും സോമവംശവും പറയേണ്ടി വന്നപ്പോ പറഞ്ഞ അത്രയേ പ്രസക്തിയുള്ളൂ ഭാഗവതത്തിന്. ശരി സാറേ. ആർക്കും സംശയമെങ്കിൽ 16 പ്രവേശിക്കാം. ശ്രീശുകോവാചാം പിത്രോപശിക്ഷിതോ രാമഃ തഥേതി ഗുരുനന്ദനാ സംവത്സരം തീർത്ഥദിത്യം ചരിത്വാശ്രമമാവ്രജത്. പിത്രോപശിക്ഷിതോ രാമ, പിതാവായ ജമദഗ്നിയാൽ ശിക്ഷിക്കപ്പെട്ടവനായ പരശുരാമൻ തഥായിതി അങ്ങനെ ആവട്ടെ എന്ന് സ്വീകരിച്ചു. 1 വർഷം തീർത്ഥാടനത്തിന് വന്നിച്ചു. ഹേ ഗുരുനന്ദന സംബോധനയാണ്. സംവത്സരം തീർത്ഥദിത്യം ചരിത്വ, 1 വർഷക്കാലം തീർത്ഥാചരണങ്ങൾ ചെയ്തിട്ട് ആശ്രമം ആവൃതം, ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. പരശുരാമൻ പിതാവ് ശിക്ഷിച്ചതുപോലെ 1 വർഷം തീർത്ഥാടനം നടത്തിയിട്ട് തിരിച്ചു. പിത്രോപശിക്ഷിതോ രാമഃ തഥേതി ഗുരുനന്ദന സംവത്സരം തീർത്ഥദിത്യം ചരിത്വ ആശ്രമമാവ്രജത്. പിത്രോപശിക്ഷിതോ രാമഃ തഥേതി ഗുരുനന്ദന സംവത്സരം തീർത്ഥദിത്യം ചരിത്വ ആശ്രമമാവ്രജത്. കദാചിത് രേണുകായാതാം ഗംഗായം പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം സരോഭിരപശ്യതാം. കദാചിത് ഒരിക്കൽ രേണുക ഗംഗായാം യാത, രേണുക ഗംഗയിലേക്ക് പോയി. പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭിഹി അപശ്യത, താമരമാല ധരിച്ച ഗന്ധർവരാജാവിനെ അപ്സരസോടൊപ്പം ക്രീഡിക്കുന്നതായിട്ട് അപശ്യത കണ്ടു. കദാചിത് രേണുകായാതാ ഗംഗായം പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭിരപശ്യതാം. കദാചിത് രേണുകായാതാ ഗംഗായം പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭിരപശ്യതാം. വിലോകയന്തരീ ക്രീഡന്തം ഉദകാർത്ഥം നദീം ഗതാം ഹോമവേലം നസസ്മാര കിഞ്ചൻ ചിത്രരഥസ്പൃഹാം. വിലോകയന്തി നോക്കിക്കൊണ്ട്, ക്രീഡന്തം കളിക്കുന്ന അവനെ, ഉദകാർത്ഥം നദീം ഗതാ വെള്ളം എടുക്കാൻ വേണ്ടി നദിയിലേക്ക് വന്ന രേണുക അപ്സരസുകളുമായി ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവരാജനെ നോക്കിക്കൊണ്ട് ഹോമവേലാം സസ്മാരം, ഹോമത്തിന്റെ സമയത്തെ ഓർത്തില്ല. സസ്മാര ഓർത്തു, സസ്മാര ഓർത്തില്ല. കിഞ്ചിത് ചിത്രരഥസ്പൃഹ, അല്പസമയം ചിത്രരഥനിലുള്ള ആഗ്രഹം കൊണ്ട്. ചിത്രരഥൻ ഗന്ധർവ ശ്രേഷ്ഠനാണ്, രാജാവാണ്, ലോകൈക സുന്ദരനാണ്.
അദ്ദേഹം അനേകം അപ്സരസുകളുമായി കളിക്കുന്നു നോക്കിയിരുന്നപ്പോൾ തനിക്കും ഈ അപ്സരസിൽ ഒരാളായി നിന്ന് അദ്ദേഹവുമായി പീഡിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് രേണുകയുടെ മനസ്സ് അല്പസമയം അതിലേക്ക് പോയപ്പോൾ ഹോമത്തിനുള്ള സമയം അതിക്രമിച്ച് അറിഞ്ഞില്ല. ഹോമത്തിന് വെള്ളം എടുക്കാൻ പോയതാണ്. പക്ഷെ ഇത് നോക്കി അല്പസമയം നിന്നുപോയി. വിലോകയന്തേ ക്രീഡന്തം ഉദകാർത്ഥം നദീം ഗതാം ഹോമവേളന്ന സ്മാര കിഞ്ചിത്രഥസ്പൃഹാം. വിലോകയന്തേ ക്രീഡന്തം ഉദകാർത്ഥം നദീം ഗതാം ഹോമവേലാന്ന സ്മാര കിഞ്ചിത്രഥസ്പൃഹാം. കാലാത്തേയം തം വിലോക്യ മുനേ ശാപവിശങ്കിതാം ആഗത്യ കലശം തസ്ഥോ പുരോധായ കൃതഞ്ജലി. കാലാത്യയം കാലം കഴിഞ്ഞുപോയി എന്നാണ്. തം ആ കാലാത്യയത്തെ വിലോക്യ കണ്ടിട്ട് അറിഞ്ഞിട്ട് മുനേഹി ശാപവിശങ്കിത മുനി ശപിക്കും എന്നുള്ള സംശയം കൊണ്ട് ആഗത്യ കലശം തസ്ഥൗ വന്ന് പുരോധായ കൃതാഞ്ജലി കലശനസ്ഥ കുടം മഹർഷിയുടെ മുമ്പിൽ വെച്ച് കൈകൂപ്പി മിണ്ടാതെ നിന്നു. അല്പസമയം സമയം കഴിഞ്ഞു എന്ന് മനസ്സിലായി. ഈ പാപഭാരം ഉള്ളിലുള്ളത് കൊണ്ട് കാലം കഴിഞ്ഞുപോയി ഹോമത്തിന്റെ എന്ന്. കാലാത്തേയം തം വിലോക്യ മുനേഹി ശാപവിശങ്കിത മുനിയുടെ ശാപം കൊണ്ട് ശങ്കിക്കുന്നവളായിട്ട് കൃതാഞ്ജലി കൈകൂപ്പി പുരോധായ മുമ്പിൽ വെച്ചു കുളം തസ്ഥവും ഉണ്ടാകുന്നു. കാലാത്തേയം തം വിലോക്യ മുനേ ശാപവിശങ്കിതാം ആഗത്യ കലശം തസ്ഥൗ പുരോധായ കൃതാഞ്ജലിം. കാലാത്തേയം തം വിലോക്യ മുനേ ശാപവിശങ്കിതാം ആഗത്യ കലശം തസ്ഥൗ പുരോധായ കൃതാഞ്ജലിം. വ്യഭിചാരം മുനിർജ്ഞാത്വാം പത്ന്യാ പ്രകുപിതോബ്രവീത് ജ്ഞതൈനം പുത്രകാപാപാം ഇത്യുക്താസ്തേന ചക്രേ. വ്യഭിചാരം മുനി ജ്ഞാത്വ. വ്യഭിചാരം എന്ന് വെച്ചാൽ നേർവഴി വിട്ട് സഞ്ചരിച്ചു പോവുക. വി അഭിചരത്തെ എന്നുണ്ട്. അതിനാണ് വ്യഭിചാരം എന്ന വാക്ക്. നമ്മളതിനെ മറ്റു പല ഒറ്റ അർത്ഥത്തിൽ മാത്രമാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. വ്യഭിചരിക്കുക, വാക്കുകൊണ്ട് വ്യഭിചരിക്കാം എന്നുവെച്ചാൽ എന്താ അർത്ഥം? പറയേണ്ടതല്ലാത്തത് മറ്റു പലതും പറഞ്ഞാൽ വാക്ക് വ്യഭിചാരമാണ്. അപ്പൊ വ്യഭിചാരം എന്നുള്ള വാക്കിന് വി അഭിചരത്തെ എന്നാണ്. വിശേഷമായിട്ടും നേരെയല്ലാത്ത ചലനം, അതാണ് വ്യഭിചാരം. ഒരു വഴി, വളഞ്ഞ വഴി കൂടി, തെറ്റായ വഴി കൂടി, നേരെയല്ലാത്ത അധർമ്മമായ അസത്യമായ, ഇങ്ങനെ എന്ത് വേണേൽ പറയാം, ആ വഴി കൂടി സഞ്ചരിച്ചു പോകുന്നതിന്റെ പേരാണ് വ്യഭിചാരം. അതിൽ പെടുന്നതാണ് സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടുണ്ടാകാവുന്നതും. അതുകൊണ്ട് അതിനും ആ പേര് കൊടുക്കുക. മുനിഹി പത്ന്യാഹ വ്യഭിചാരം ജ്ഞാത്വ. തന്റെ പത്നിയുടെ വ്യഭിചാരം. എന്താ വ്യഭിചാരം? തന്നെ വിട്ട് മറ്റു വഴിയിലേക്ക് പോകും, അതാണ് വ്യഭിചാരം. അതറിഞ്ഞിട്ട് പ്രകുപിതോ അബ്രവീത്, കോപിഷ്ണനായിട്ട് പറഞ്ഞു. ഘ്നതൈനാം പുത്രകാഹ. ഹേ പുത്രന്മാരെ, ഏനാം ഘ്നത, ഇവളെ കൊല്ലൂ. ഘ്നതൈനാം, ഘ്നത ഏനാം, പാപാം, ഈ മഹാപാപിയെ കൊല്ലൂ. ഇത്യുക്താഹ തേ എന്ന ചക്രി എന്ന് പറഞ്ഞിട്ട് അവരാരും ചെയ്തില്ല. തേ എന്ന ചക്രി അവരാരും ചെയ്തില്ല. 5-6 പുത്രന്മാരുണ്ട്. എല്ലാവരോടും പറഞ്ഞു ഈ മഹാപാപിയെ കൊന്നു കളയുക. അവര് നിഗ്രഹിക്കാത്തത് പിതാവിനെ അനുസരിക്കാഞ്ഞിട്ടല്ല. പത്നിയുടെ മേൽ സർവ്വസ്വാതന്ത്ര്യവും അധികാരവും ഉള്ളത് ഭർത്താവാണ്. അദ്ദേഹത്തിന് ചെയ്യാം. അദ്ദേഹം ചെയ്യാതെ ഞങ്ങളെ ഏൽപ്പിച്ചത് അദ്ദേഹം ഇല്ലാത്തപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ മാതാവിനെ എന്താണ് ധർമ്മമല്ല എന്ന് മനസ്സിലാക്കി തന്നെ അവരാരും ചെയ്തില്ല. വ്യഭിചാരം മുനിർജ്ഞത്വാപജ്ഞാ പ്രകുപിതോ ബ്രവീൻ ഘ്നതൈനം പുത്രകാപാപാമിത്യുക്തസ്തേ എന്ന് ചക്രേ. വ്യഭിചാരം മുനിർജ്ഞത്വാപജ്ഞാ പ്രകുപിതോ ബ്രവീൻ ഘ്നതൈനാം പുത്രകാപാപാം ഇത്യുക്തസ്തേ എന്ന് ചക്രേ. രാമസഞ്ചോദിത പിത്രാഭ്രാതൂൻ മാത്രാ സഹാവധീ പ്രഭാവജ്ഞോ മുനേ സമ്യക്
ഫമാധേ തപഫശ്ച ഫഹാം. തൊട്ടുമുമ്പ് പറഞ്ഞാണ് ക്ഷമയാണ് ബ്രാഹ്മണൻ ആയുധം എന്ന്. അദ്ദേഹം തന്നെയാണ് മകനെ ഉപദേശിച്ചത്. ആ പിതാവാണ് ഇപ്പോൾ പുത്രന്മാരോട് മാതൃവധം ചെയ്യാൻ ഉപദേശിച്ചത്. ഇത് ശരിയാണോ നമുക്ക് തോന്നാം. ഒന്ന് ക്ഷമിക്കണ്ടേ? അപ്പം മുമ്പ് ഹേ രാജാവിനെ കൊന്നത് തെറ്റാണ്, പാവമാണ്, ക്ഷമയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ആ പിതാവ് തന്നെയാണ് പുത്രന്മാരോട് അമ്മയെ കൊല്ലാൻ ആവശ്യപ്പെട്ടത്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈശ്വരന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് എന്ന്. ഈശ്വര പ്രേരണയ്ക്ക് അധീനരാകാത്തവരാരും ലോകത്തിലില്ല. തന്നെയല്ല, സ്ത്രീകളുടെ വ്യഭിചാരം അക്ഷന്തവ്യമായ അപരാധമാണ്. മുമ്പേ കാർത്തവീര്യാർജുനൻ അപരാധമൊന്നും ചെയ്തില്ല. തന്നെയല്ല, ഈ മാതൃത്വത്തെക്കാൾ ഉയർന്ന ഒരു രാജപദവിയുള്ള ആളാണ്, അഭിഷേകം ചെയ്ത ആളാണ്. അതുകൊണ്ട് അതിന് ഗൗരവം ഏറും. പക്ഷെ ഇതിനതില്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടെ ഇദ്ദേഹം കൊന്നുകളയാൻ തന്നെ ആവശ്യപ്പെട്ട് നമുക്ക് ചിന്തിക്കേണ്ടിയത്. രാമ സഞ്ചോദിത പിത്ര, പിതാവിനാൽ രാമൻ പ്രചോദിപ്പിക്കപ്പെട്ടവനായ രാമൻ ഭ്രാതൃൻ മാത്രാഫഹാവധീത്, ഭ്രാതാക്കളോടൊപ്പം മാത്രാഫഹ സഹോദരന്മാരെ അമ്മയോടൊപ്പം അവധീത് എല്ലാരെയും കൊന്നു കളഞ്ഞു. അനുസരിക്കാത്ത സഹോദരന്മാരെയും കൊന്നു, അമ്മയെയും അവധീത് വധിച്ചു. പ്രഭാവജ്ഞോ മുനേഹ സമ്യക് സമാധേ തപസ്ഫ, പ്രഭാവം അറിയുന്നവൻ, നന്നായിട്ട് അറിയുന്നവനായിട്ട് എന്തിൻ്റെ തപസഹ പ്രഭാവജ്ഞ, തപസിന്റെ പ്രഭാവം അറിയുന്നവനും, അതേപോലെ പിത്ര സമ്യക് സമാധേഹ തപസ്ച പ്രഭാവജ്ഞ സഹ, മുനിയുടെ തപസിന്റെ മാഹാത്മ്യം നന്നായിട്ട് അറിയാവുന്നവനുമായ ആ പരശുരാമൻ സഹോദരന്മാരോടും ഒപ്പം മാതാവിനെയും കൂടി വധിച്ചു, നിഗ്രഹിച്ചു. മാതൃവധരൂപമായ കഠിന കർമ്മം രാമൻ ചെയ്തു എന്നർത്ഥം. പിതാവിന്റെ ആജ്ഞ ഉല്ലംഘിച്ചാൽ പിന്നെയും ശപിക്കും. അനുസരിച്ചു നടന്നാൽ അനുഗ്രഹിക്കാൻ ശക്തനാണ് പിതാവ്. ഇപ്പം പിതാവിന്റെ ആജ്ഞ ചെയ്യാതിരുന്നാൽ, പിതാവിന്റെ കോപത്തിന് പാത്രീഭവിച്ചാൽ പലതരത്തിലുള്ള ശാപങ്ങൾക്ക് അധീനനായിട്ട് ജന്മങ്ങളോളം നരകിച്ചു കഴിയേണ്ടി വരും. പിതാവിന്റെ ആജ്ഞയെ പാലിച്ചാൽ ഒരുപക്ഷെങ്കിൽ എന്തിനും ശക്തിയുള്ളവനായ പിതാവ് വിചാരിച്ചാൽ ഇവരെയൊക്കെ ജീവിപ്പിക്കാനും സാധിക്കാം. ഇത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് രാമൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് കവി ഈ ഓരോ ഭാഗവും അല്ലെങ്കിൽ ഇന്ന് വിമർശിക്കാൻ ഇഷ്ടം പോലെയാണ്. പരശുരാമനെ പൂജിക്കുന്നത് ശരിയാണോ? അമ്മയെ കൊന്നവനല്ലേ? എന്തുമാത്രം അമ്മാവനെ കൊന്ന കംസനെ പൂജിക്കുന്നത് ശരിയാണോ? എത്ര ചോദ്യങ്ങളാണ് നമ്മുടെ നേരെ ഭാഗവതത്തെ കുറിച്ച് ആക്ഷേപമായിട്ട് വരാവുന്നത്. ഭാഗവതകാരൻ അതിനൊക്കെ മറുപടി അതാത് സ്ഥാനത്ത് കൊടുത്തിട്ടാവുക. പക്ഷെ കാണില്ല, കണ്ടാലും പഠിക്കില്ല, പഠിച്ചാലും പറയില്ല. പിന്നെ എങ്ങനെയോ ആരും അറിയില്ല. കൊണ്ടാണ് മുനേഹ പ്രഭാവജ്ഞനായത് കൊണ്ടാണ്. മുനിയുടെ ശക്തി പ്രഭാവം ആർക്ക്? പരശുരാമന് നന്നായിട്ട് അറിയാം. വേണ്ടി വന്നാൽ ഇവരെയൊക്കെ ജീവിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ശാപം ഏറ്റുവാങ്ങുന്നതിനേക്കാൾ ഭേദം അനുസരിക്കാൻ. അനുസരിച്ചതിന് ശേഷം തനിക്ക് തിരിച്ച് ആവശ്യപ്പെടാം. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അനുസരണ ബുദ്ധി രാമൻ അവിടെ പ്രകടിപ്പിച്ചത്. രാമസഞ്ചോദിത പിത്ര ഭ്രാതുന്മാത്രാഫഹാവധീത് പ്രഭാവജ്ഞോ മുനേ സമ്യക് സമാധേ തപസ്ച സഹാം. രാമസഞ്ചോദിത പിത്രാം ഭ്രാതുന്മാത്രാഫഹാവധീത്.
പ്രഭാവജ്ഞോ മുനി സമ്യക് സ്വമാധേ തപസ്സഹം വരേണ ഛന്ദയാമാഫപ്രീത സത്യവതീഫുതാം വവ്രേഹതാനം രാമോപി ജീവിതം ചാസ്മൃതിംബധേ. വരേണ ഛന്ദയാമാഫ, താൻ പറഞ്ഞതനുസരിച്ചപ്പോൾ വരം കൊണ്ട് ഛന്ദയാമാഫ ഇഷ്ടപ്പെടുത്തി. ഛന്ദ ആഗ്രഹം എന്നാണ്. പ്രീത സത്യവതീസുത, പ്രീതനായ സത്യവതീപുത്രനായ പരശുരാമൻ വരം കൊണ്ട് മകനെ സന്തോഷിപ്പിച്ചിട്ട് വവ്രേ, മകൻ ഭരിച്ചു. ഹതാനാം രാമോപി ജീവിതം ച സ്മൃതിം വധേ, മരിച്ചവരെ ജീവിപ്പിച്ചു തരണമെന്നും ഞാൻ ഇവരെ വധിച്ചു എന്നൊരു ഓർമ്മ എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവരുത്. നോക്കൂ, മരിച്ചവരെ ജീവിപ്പിച്ചു കുഴപ്പമില്ല, പക്ഷേ രാമന്റെ ഉള്ളിൽ ഈ പശ്ചാത്താപം എന്നും നിൽക്കും. അമ്മയെ കാണുമ്പോൾ ഞാൻ കരുത്തു വെട്ടി കൊന്നതാണ്, സഹോദരങ്ങളെ കാണുമ്പോൾ ഞാൻ കൊന്നതാണ്. ഈ പശ്ചാത്താപം ഉള്ളിൽ ഇവരെ കാണുമ്പോഴൊക്കെയും ഉണ്ടെങ്കിൽ രാമന് മുമ്പോട്ടുള്ള ഗതിക്ക് തടസ്സമാണ്. അതുകൊണ്ട് രാമൻ ആവശ്യപ്പെട്ട രണ്ടാമത്തെ വരം അസ്മൃതിം വധേ, വധത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്കും ഉണ്ടാവരുത്, എനിക്കും ഉണ്ടാവരുത്. ഞാൻ അവരെ കൊന്നു അവർക്കും തോന്നരുത്, ഞാനാണ് ഇവരെ നിഗ്രഹിച്ചത് എനിക്കും തോന്നരുത്. രണ്ടു വരം വേണം. ഇവരെ ജീവിപ്പിക്കൽ മാത്രമല്ല, വധം അസ്മൃതിഞ്ച, വധേ അസ്മൃതിഞ്ച വൗവ്രേ, വരിച്ചു. വരേണ ഛന്ദയാമാഫപ്രീത സത്യവതീഫുതാം വവ്രേ ഹതാനം രാമോപി ജീവിതം ച സ്മൃതിം വധേ. വരേണ ഛന്ദയാമാഫപ്രീത സത്യവതീഫുതാം വവ്രേ ഹതാനം രാമോപി ജീവിതം ച സ്മൃതിം വധേ. ഉത്തസ്ഥുസ്തേ കുശലിനോ നിദ്രാപായേവ അഞ്ജസാം പിതുർവിദ്വംസ്തപോ വീര്യം രാമശ്ചക്രേ സുഹൃദ്വഥം. ഉത്തസ്ഥുഹു, എഴുന്നേറ്റു. കുശലിനഹ, സുഖികളായിട്ട്. നിദ്ര അപായവ അഞ്ജസ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ. അപായം എന്ന് വെച്ചാൽ പോവുക, നശിക്കുക, ഇല്ലാതാകുക എന്ന്. നമ്മൾ അപകടം എന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അയതേതി അപായ എന്നാണ്, നഷ്ടപ്പെട്ടു പോവുക, വേർപിരിഞ്ഞു പോവുക എന്നർത്ഥം. നിദ്ര വേർപിരിഞ്ഞു പോകുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഉണർന്ന് എഴുന്നേൽക്കുക, അത്രയേ ഉള്ളൂ, പക്ഷെ വേറെ അർത്ഥമില്ല. എന്നതുപോലെ അഞ്ജഫ, പെട്ടെന്ന് ഉത്തസ്തുഭൂത്തെ, അവരൊക്കെ എഴുന്നേറ്റു. ഉറക്കം ഉണർന്ന് എഴുന്നേറ്റതുപോലെ അമ്മയും സഹോദരന്മാരും ഒക്കെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. പിതുഹു വിദ്വാം തപോവീര്യം, പിതുഹു തപോവീര്യം വിദ്വാൻ, പിതാവിന്റെ തപോവീര്യത്തെ നന്നായി അറിയുന്നവനായ രാമൻ പിതാവിന്റെ തപസ് ഇപ്പോഴാണ് ബോധ്യമായത്. ഇത്ര ശക്തിയുണ്ട് പിതാവിന്റെ തപസ്സിന്. പുത്രന്മാർ പിതാവിന്റെ ഏതൊരു കൽപ്പനയെയും എന്ത് ചെയ്യണം? അനുസരിക്കണമെന്നും പരശുരാമന്റെ ഈ പ്രവൃത്തി സാമാന്യ നിലയിൽ ലോകത്തെ പഠിപ്പിക്കുകയാണ്. പിതാവ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണം? അതിനെ അനുസരിക്കണം. അതിൻ്റെ അകത്ത് ഇത് തെറ്റാണ്, ഇതൊരിക്കലും പിതാവ് പറയാൻ പാടില്ല എന്നൊക്കെ അല്ല, അതിൽ എന്തെങ്കിലും ഒരു സത്യവകാശം പിമ്പിലുണ്ടാവും. അത് കണ്ടിട്ട് തന്നെ വേണം ചെയ്യാൻ എന്നൊരു തത്വവും കൂടി നമ്മളെ അറിയിക്കാൻ. അതുകൊണ്ടാണ് രാമചക്രേ സുഹൃദ്വധം. രാമൻ ഇവിടെ സുഹൃത്തിന് നല്ല ഹൃദയമുള്ളവർ എന്നുള്ള അർത്ഥം. നല്ല ഹൃദയമുള്ളവരാണ് സഹോദരങ്ങളും അമ്മയും. ഇവിടെ സുഹൃത്ത് എന്നുള്ളതിന് സഹോദരന്മാരും അമ്മയും എന്ന് അർത്ഥം സ്വീകരിക്കാൻ വേണ്ടേ. സുഹൃദ്വധം, തന്റെ സഹോദരന്മാരുടെയും അമ്മയുടെയും വധത്തെ രാമൻ ചെയ്തത് പിതുഹു തപോവീര്യം വിദ്വാൻ, പിതാവിന്റെ തപോവീര്യത്തെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. ഉത്തസ്തുസ്തേ കുശലിനോ നിദ്രാപായേവ അഞ്ജസാം പിതുർവിദ്വം തപോവീര്യം രാമശ്ചക്രേ സുഹൃദ്വധം. ഉത്തസ്തുസ്തേ കുശലിനോ നിദ്രാപായേവ അഞ്ജസാം പിതുർവിദ്വം തപോവീര്യം രാമശ്ചക്രേ സുഹൃദ്വധം.
ഏ അർജുനഫ്യുതാരാജൻ സ്മരന്തഫ്വപിതുർവധം രാമബീജപരാഭൂതാലേഭിരേ ശർമ്മ നക്വചൻ. ഏ ആരാണോ അർജുനഫ്യുതാഹ കാർത്തവ്യ പുത്രന്മാർ, ഹേ രാജൻ, ഹേ രാജാവേ, സ്മരന്തഹഫ്വപിതുർവധം തന്റെ പിതാവിന്റെ വധത്തെ ഓർമ്മിച്ചുകൊണ്ട് രാമ വീര്യ പരാഭൂത പരശുരാമന്റെ വീര്യം കൊണ്ട് പരാജിതരായിട്ട് ലേഭിരേ എന്ന ശർമ്മ ഒരിക്കലും സുഖം ലഭിച്ചില്ല. ക്വചിത് ഒരു ലേഭിരെ ലഭിച്ചു, ശർമ്മ സുഖം എന്ന ലേഭിരെ ലഭിച്ചില്ല. കാർത്തവ്യാർജുന്റെ പുത്രന്മാര് തന്റെ പിതാവിനെ വധിച്ചതിലുള്ള മനസ്താപം കൊണ്ട് രാമന്റെ വീര്യപരാക്രമങ്ങളെ നന്നായി അറിഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ പരാജിതരായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മനസ്സിന് സുഖം ഉണ്ടായില്ല. ഏർജുനഫ്യുതാരാജൻ സ്മരന്തസ്വപിതുർവധം രാമബീജപരാഭൂതാലേഭിരേ ശർമ്മ നക്വജൻ. ഏർജുനഫ്യുതാരാജൻ സ്മരന്തസ്വപിതുർവധം രാമബീജപരാഭൂത ലേഭിരേ ശർമ്മ നക്വജൻ. ഏകദാശ്രമതോ രാമേ ഭ്രാതരിവനം ഗതേ വൈരം വിഭാധൈഷവോ ലബ്ധഛിദ്ര ഉപാഗമൻ. ഏകദാ ഒരിക്കൽ ആശ്രമതഃ ഒരു നാൾ ആശ്രമത്തിൽ നിന്നും രാമേ ഭ്രാതരി വനം ഗതേ രാമൻ സഹോദരന്മാരോടൊപ്പം വനത്തിലേക്ക് പോയപ്പോൾ ഏകദാ ആശ്രമതഃ രാമേ ഭ്രാതരി വനം ഗതേ സതി ഒരിക്കൽ ആശ്രമത്തിൽ നിന്നും സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് രാമൻ വനത്തിലേക്ക് പോയപ്പോൾ വൈരം ഫിഫാധൈഷവോ വൈരത്തെ സാധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ലബ്ധഛിദ്രാഹ ഒരു പഴുത് കിട്ടുന്നോ എന്ന് നോക്കി ഉപാഗമൻ അവരാശ്രമത്തിലേക്ക് വന്നു. കാർത്തവ്യാർജുനന്റെ പുത്രന്മാർ അച്ഛനോട് ചെയ്ത ക്രൂരകൃത്യത്തിന് പകരം വീട്ടാൻ ഒരു പഴുത് എപ്പോഴെങ്കിലും കിട്ടുന്നു നോക്കി ആശ്രമത്തിന് ചുറ്റും പലപ്പോഴും വന്ന് കറങ്ങിയടിച്ചു പോകും, കിട്ടാറില്ല. ഇന്നിപ്പോഴാണ് നോക്കുമ്പോൾ അനുജൻ സഹോദരന്മാരും ഇല്ല, രാമനും ഇല്ല, എല്ലാവരും പോയി, പിതാവ് മാത്രമേ. ഇതൊരു നല്ല സന്ദർഭം എന്ന് കരുതിയവര് ആശ്രമത്തിലേക്ക് ചുറ്റും വന്നുകൂടി. ഏകദാശ്രമതോ രാമേ ഭ്രാതരിവനം ഗതേ വൈരം വിവാധൈഷവോ ലബ്ധഛിദ്ര ഉപാഗമൻ. ഏകദാശ്രമതോ രാമേ ഭ്രാതരിവനം ഗതേ വൈരം വിവാധൈഷവോ ലബ്ധഛിദ്ര ഉപാഗമൻ. നമ്മുടെ സമയം അതൊക്കെ നിൽക്കില്ല, അവിടെ നിൽക്കട്ടെ. അല്പം നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കി വെക്കാം ഇനി എന്താ സംഭവിച്ചെന്ന് പിന്നീട് കാണാം. അതൊക്കെ സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. ഈ നമ്മുടെ ഈ ആഭിചാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിന് വിപരീതമായ കർമ്മം ചെയ്യുന്നതിനല്ലേ ആഭിചാരം എന്ന് പറയുന്നത്? അഭിചരത്തെ അതാണ് 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 ആഭിചാരം എന്ന്. അതെ നേരായ വഴിയിൽ കൂടി അല്ലാതെ വിട്ടു സഞ്ചരിച്ചു പോകുന്നതിന്റെ പേരാണ്. നേരായ കർമ്മം ചെയ്താൽ ആഭിചാരമല്ല. അതാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പദമല്ലേ അത്? ധാരാളം ഇഷ്ടംപോലെ മാത്രമാണ് ആഭിചാരം. അത് മലയാളത്തിൽ കൂടുതലായിട്ട് മാറ്റി. സാർ അതൊന്നുകൂടെ പറഞ്ഞ ശാസ്ത്രത്തിന് വിപരീതമായി ചെയ്യുന്നോ? അതെ. അഭിചരത്തെ ഇത് ആഭിചാരം എന്ന. ധർമ്മത്തിൽ സഞ്ചരിക്കുന്നത് സദാചാരവും മറ്റേത് അത് വിട്ടുപോകുന്ന വ്യഭിചാരം. ഈ പ്രശ്നയില് ഈ ചതുർത്ഥി നവമി ചതുർദശി ദിവസങ്ങളിൽ വന്നാല് നമ്മൾ ഈ പദം ഉപയോഗിക്കും. ആഭിചാരം ശാസ്ത്രത്തിന് ക്ഷേത്രത്തിലായാലും മാനുഷിക വിഷയമായാലും ശാസ്ത്രത്തിന് വിപരീതമായ കർമ്മങ്ങൾ ചെയ്തതിന്റെ ഒരു ദുരിതം എന്ന് പറയാം അവിടെ. അതാണ് ഈ ആ ദിവസങ്ങളിലെ ചന്ദ്രന്റെ രശ്മികൾക്ക് ഒരു വ്യഭിചാരം സംഭവിക്കുന്നുണ്ട്.
അതാണ് 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 അതുകൊണ്ട് ആ ദിവസം വെച്ച് പറയാമെന്ന് അതുകൊണ്ട് എങ്ങനെ അതാണ് ഈ 15 ദിവസം വരുന്ന രശ്മികളിൽ ചിലത് ഇടിവാണ്, ചിലത് നേരെ വരും, അത് വഴി അതാണ് ഈ ദിവസങ്ങളിൽ വരുന്ന രശ്മികൾ വ്യഭിചരിച്ചു പോകുന്നതാണ്. അതാണ് അതാണ് ആ നിമിത്തം വെച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളുന്നതാണ്. അതാണ് കാരണം അഷ്ടമിക്ക് വരുന്ന രശ്മികള് നേരെ വിപരീത ഫലത്തിലേക്കാ പോവാം. അതെ അതെ അതെ. അപ്പൊ അഷ്ടമി നാളത്തെ രശ്മി, അപ്പൊ അന്നത്തെ രശ്മി നേരെയുള്ള വഴി കൂടെ അല്ല സഞ്ചരിച്ചു പോകുക. അതുപോലെ അങ്ങനെ ചന്ദ്രരശ്മിയുടെ ഓരോ ദിവസത്തെയും അവന്റെ ഗതിയും അതിന്റെ പ്രകാശവും തിളക്കവും ഒക്കെ ഇവര് ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ചതുർത്ഥിക്കും ചതുർദശിക്കും നവമിക്കും ഉണ്ട്. അതെ അതെ, അത് ഇവർ പഠിച്ചു വെച്ചിട്ടുണ്ട് ഈ രശ്മികളുടെ യാത്ര എങ്ങനെയാണെന്ന്. രിക്ത എന്നാലും പറയും സാറേ. രിക്തതിഥികളാ. രിക്തതിഥികളാ, അതെ അതെ, ശൂന്യം. ഇപ്പൊ ഒരു പദം അങ്ങനെ വന്നുകൊണ്ട് എടുത്ത് ചോദിച്ചാ. അതെ 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 അതെ, ധാരാളം ഉപയോഗിക്കുന്ന വാക്കുമല്ലേ. ഞാൻ ഈ വാക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ശരി അറിയട്ടെ ഞാൻ വിഗ്രഹിച്ച് പറയുന്നതാണ് ചിലത്. ശരി സർ. അതെ, വ്യഭിചാരി എന്ന് പറയുമ്പോ വഴി വിട്ട് നടക്കുന്നവൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ മറ്റേ ഒറ്റ അർത്ഥത്തിൽ മാത്രം അത് ഓക്കെ സർ. ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.